ഈ ക്ഷേത്ര ദേവസ്ഥാനമൊക്കെ കണ്ട കർണാടക പോലീസ് പിന്നീട് ഇവരോട് 2 കോടി കേസ് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് തന്ത്രിയുടെ കുടുംബത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണം. 2 കോടി രൂപ കർണാടക പോലീസ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈ കേസ് ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ പറയുന്ന ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന മുഖ്യതന്ത്രി മാറി നിൽക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പെരിങ്ങോട്ടുകരയിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഒരു തന്ത്രിയായി ക്ഷേത്രത്തിൻ്റെ ഒരു മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ഒരാളായി വളരെ ബഹുമാനത്തോടു കൂടി ആളുകൾ കാണുന്ന ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പീഡനക്കേസ് വരുന്നതിന് മുമ്പ് ഇത്രയും വലിയ ഇതൊരു സിവിൽ കേസായി തുടരുകയാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ അധികാരം വേണമെന്ന് പറഞ്ഞ് കോടതിയിൽ ഒരു സിവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സിവിൽ കേസ് നടക്കുകയും അതിനുശേഷം 5 FIRകൾ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ വരികയും അതിനുശേഷം ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് പ്രിവൻറ്റീവ് അറസ്റ്റ് നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്തേക്ക് പോക്കുമ്പോൾ ഇതിൽ ഉള്ളത് ഒരു അവകാശ തർക്കമാണ്. കുടുംബ പ്രശ്നം ഇത്തരത്തിലൊരു വ്യാജ പീഡന പരാതിയിലേക്ക് അതെ പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.